ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഞാനിതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാന്നുള്ളതല്ലേ, ഞാനും മിക്കും കൂടെ ഒന്ന് ആത്തമിൻ്റെ സ്കൂളിലൊന്ന് പോകാനുണ്ട്. ആനുവൽ റിപ്പോർട്ടൊക്കെ സൈൻ ചെയ്യണം, വാങ്ങിക്കണം, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇക്കനെയും കൂടെ ഉൾക്കൊള്ളിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൾ നിന്നേരോ ഇല്ല എന്നുള്ളതൊന്നും അറിഞ്ഞൂടാ. എപ്പോഴും ഞാൻ നിർബന്ധിക്കാറുണ്ട്. നമ്മളെ വീഡിയോസൊന്നും മൂപ്പനാർക്ക് വലിയൊരു വില ഒന്നും ഇല്ല, എന്നാലും വേണ്ടില്ല, നിർബന്ധിച്ച് ഇന്ന് കൂടെ നിർത്തണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ ആൾ. അപ്പം ഞാനിതാ റെഡിയായി, ഞങ്ങളൊക്കെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇക്കറിഞ്ഞ് കഴുത്തിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടിടി പെണ്ണേ എന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ വേഗം ഓടി വന്നിട്ടൊരു മാലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് തന്നെ കയറി പോകുന്നതാട്ടോ ഞാൻ. മറിഞ്ഞോ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടാ. നമ്മൾ എവിടെ പോണേ? എൻ്റെ സ്കൂൾക്ക്. എന്തിന്? പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങിക്കാൻ. മാർക്ക് ഉണ്ടാവുമോ? എനിക്കറിയൂല, അവിടെ ചെല്ലട്ടോ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടോ. 3:30 കഴിയുന്ന മീറ്റിങ്ങിൽ നമ്മൾ ഇറങ്ങുന്നത് തന്നെ 3:25 ആവാൻ നേരത്താണ് കേട്ടോ. അങ്ങനെ മിസ്സിനൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ കഴിഞ്ഞിട്ടൊന്നുമില്ല പോരിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. സൂപ്പറായിട്ടല്ലേ? അപ്പോൾ അതാ നമ്മൾ സ്കൂൾ എത്തിയിട്ടുണ്ട്. 3:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ എത്തിയപ്പോൾ. പിന്നെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. കായലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര രസമാണ് വ്യൂ കാണാനായിട്ട്. അപ്പോൾ അതാ ഇക്ക കിടന്ന് ഓടിയിട്ടാ, പെട്ടെന്ന് പോയിട്ട്. ആൾ വലിയ താല്പര്യം കാണിക്കുന്നില്ല വീഡിയോയിൽ നിൽക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതാ ഇക്കൻ്റെ പിന്നാലെ ഓടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പിന്നെ ഒരു ടെൻഷനും ഇല്ല കേട്ടോ. എക്സാം പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് വലിയ പുത്തരിയുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ടെൻഷൻ മുഴുവൻ എനിക്കാ. പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞാൻ വലിയ പ്രതീക്ഷ ഒന്നും അർപ്പിച്ചിട്ടല്ല കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വലിയ മാർക്കൊന്നുമില്ല, കുഴപ്പമില്ല, അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ അവർക്ക് സ്കൂൾ ഫോട്ടോ ഉണ്ട് കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ സ്കൂൾ ഫോട്ടോ ഈ ലാസ്റ്റ് ഡേയിലാണ് അവർക്ക് കൊടുക്കുക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ കാണാനായിട്ട്. ഞാൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് MS ടീച്ചറിൻ്റെ അടുത്താണ് കേട്ടോ. മൂപ്പരാൾ കിട്ടിയ ഗ്യാപ്പിൽ പാർക്കിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആളെ വിളിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങണം, കാരണം അമിത് എത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് വീട്ടിലെത്തണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ എത്തുന്നതിൻ്റെ മുന്നേ ആളെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. നമ്മൾ റൂട്ടിലേക്ക് ഇവർ സ്കൂളിൽ ബസ് ഇറങ്ങൂല, പക്ഷേ ഇറങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വാനായാലും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയണമെന്ന് ഇറങ്ങണം എന്ന് 2-3 വർഷമായിട്ട് പറയണുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അത്യാവശ്യം കുട്ടികളും കാര്യങ്ങളൊക്കെ ഞങ്ങളെ റൂട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞങ്ങളിതാ വണ്ടി കയറിയ പാടാണ് ടീച്ചർ വിളിച്ചത്. അവരുടെ ചെസ്സിൻ്റെ ഫീസ് പെൻഡിങ് ഉണ്ട് എന്നും പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഫീസൊക്കെ അടച്ചിട്ട് ഞാൻ പിന്നെ വേഗം വന്നു. നമുക്ക് ജ്യൂസ് കുടിച്ചിട്ട് വരാം അല്ലേ? അങ്ങനെ നമ്മൾ സ്ഥിരം വണ്ടിയിൽ കാണുന്നൊരു പ്രതിഭാസം, ഞാനൊരു